നമസ്കാരം. നിങ്ങളൊരു സംരംഭകനാണോ? ഏതെങ്കിലും തരത്തിൽ ഇന്നവേറ്റീവായ ആശയങ്ങൾ കൊണ്ട് പരമ്പരാഗതമായ രീതികളെ പൊളിച്ചെഴുതാൻ തയ്യാറെടുക്കുന്നവരാണോ? നിങ്ങളെ കേന്ദ്ര സർക്കാർ ഉറപ്പായും സഹായിച്ചിരിക്കും. അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്ക് സമീപം ഉളിക്കലിലുള്ള ശ്രീ ബ്രിജിത്ത് കൃഷ്ണയും അദ്ദേഹത്തിൻ്റെ കുടുംബവും. ബ്രിജിത്ത് കൃഷ്ണയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീഷ്മ മുളപ്പിച്ച കശുവണ്ടിയിൽ നിന്ന് എങ്ങനെ പുതിയ ഒരു ആശയം, എങ്ങനെ ബിസിനസ് നടത്താമെന്ന ഒരു ആശയമാണ് അദ്ദേഹം പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു ആശയത്തിലേക്ക് വന്നത്? ഒരു മുളപ്പിച്ച കശുവണ്ടിയിൽ നിന്നൊരു ബിസിനസ് എന്നുള്ള ഒരു ആശയത്തിലേക്ക് വന്നത്? യഥാർത്ഥത്തിൽ ഈ ആശയം എനിക്ക് വന്നത് അഗ്രികൾച്ചർ മേഖലയിൽ എന്തെങ്കിലും വാല്യൂ അഡീഷൻ ചെയ്യണമെന്ന് വരാനുള്ള പ്രധാന കാരണം 2025 കർഷകരുടെ വരുമാനം ഇരട്ടിയാകുമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു. പക്ഷേ ഒരു കാർഷിക മേഖലയിൽ, ഇത് കണ്ണൂർ ജില്ലയുടെ ഏറ്റവും കിഴക്ക് ഭാഗത്തുള്ള കാർഷിക മേഖലയാണ്. ഈ കാർഷിക മേഖലയിലെ വസ്തുതകൾ അറിയുന്ന എല്ലാവർക്കും മനസ്സിലാവും, കാർഷിക മേഖലയിൽ അനുദിനം പ്രതിസന്ധിയാണ്. പിന്നെ എങ്ങനെയാണ് കർഷകരുടെ വരുമാനം ഇരട്ടിയാകുക? ഇത് പരസ്പരം വിരുദ്ധമായിട്ടുള്ളതും. അപ്പം പ്രധാനമന്ത്രിയെ വളരെ സൂക്ഷിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് അദ്ദേഹം ഈ കർഷകൻ എന്ന് പറയുന്നത് പോലും നമ്മൾ മനസ്സിലാക്കിയതിൽ തെറ്റാണ് എന്നും, കർഷകൻ പുതിയ ലോകക്രമത്തിൽ ഇൻഡസ്ട്രി 4 ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. കർഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഉൽപ്പന്നങ്ങൾ അശാസ്ത്രീയമായിട്ട് ഉണ്ടാക്കുകയും അവ കൊണ്ടുപോയി മാർക്കറ്റിൽ കിട്ടിയ വിലക്ക് വിൽക്കുകയും വട്ടിപ്പലിശക്ക് പണിയെടുക്കുന്നതൊന്നും അല്ല കർഷകൻ. അയാൾ വളരെ ശാസ്ത്രീയമായ കൃഷി രീതികൾ അവലംബിച്ചുകൊണ്ട് ഒരു ആദ്യഘട്ട പ്രൈമറി വാല്യൂ അഡീഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. അതിന് കൃത്യമായ ഒരു മലയാളം പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആദ്യഘട്ട മൂല്യവർദ്ധന നടത്തണം എന്നുള്ളതിൽ നിന്നാണ്. ആ മൂല്യവർദ്ധനയോടുകൂടി കാർഷിക മേഖലയിലെ കർഷകൻ്റെ വരുമാനം ഇരട്ടിയല്ല അതിനേക്കാൾ കൂടുതലാവുമെന്ന് തിരിച്ചറിഞ്ഞു. അത്തരത്തിൽ നിൽക്കുമ്പോഴും കോവിഡ് വന്നപ്പം സ്വാഭാവികമായിട്ടും ജോലിയിൽ നിന്നുള്ള വരുമാനം നിലച്ചു. അതേപോലെ തന്നെ മറ്റൊരു കാർഷിക വിളയായിട്ടുള്ള വീട്ടിൻ്റെ ഏറ്റവും അധികം ഉള്ള ഉൽപ്പന്നം കശുവണ്ടിയാണ്. ഈ ഇരിട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും നല്ല കശുവണ്ടി കിട്ടുന്ന 2ാമത്തെ സ്ഥലമാണ്. അത്തരത്തിൽ കശുവണ്ടി മാർക്കറ്റിൽ വിറ്റ് പോകുന്നില്ല. പക്ഷേ കശുവണ്ടി നമുക്കറിയാം, ഏതൊരു പാവപ്പെട്ടവൻ്റെയും പണക്കാരൻ്റെയും എവിടെയും ജാതിമത അല്ലെങ്കിൽ ഭൂമിശാസ്ത്ര പരിമിതികളൊന്നുമില്ലാതെ ഉപയോഗിക്കുന്നൊരു സ്നാക്സാണ്. നമുക്കൊരു കശുവണ്ടി ഒരു പായസത്തിൽ നിന്ന് കിട്ടിയാൽ ഭയങ്കര സന്തോഷമാകും. നമ്മളിപ്പോഴും കശുവണ്ടി ദൈനംദിന ഫുഡിൽ ഉപയോഗിക്കുന്ന സംസ്കാരത്തിലേക്ക് വന്നില്ല, കാരണം അതൊരു പ്രീമിയറായിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നതും. പക്ഷേ ഈ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നവൻ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെയുള്ളവനും ഉപയോഗിക്കുന്നവൻ ഏറ്റവും വലിയവനുമാണ്. ഈ ഒരു അന്തരം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോൾ കശുവണ്ടിയുടെ വാല്യൂ അഡീഷൻ, വറുത്ത കശുവണ്ടി, അതിൽ കുറച്ച് പെപ്പറോ അല്ലെ മുളകോ ഇട്ടിട്ടുള്ള അത്തരത്തിൽ കശുവണ്ടീൻ്റെ വാല്യുവേഷൻ വറുത്തതിന് ശേഷമുള്ള ചില പരിപാടികളല്ലാതെ അതിനപ്പുറത്തേക്കില്ല. ഈ വറുത്ത കശുവണ്ടി ഉണ്ടാക്കാൻ ശരിക്കും പറഞ്ഞാൽ നാടൻ ഭാഷയിൽ നമ്മൾ ഈ കശുവണ്ടി പറയുമ്പോൾ തന്നെ നമ്മൾ അണ്ടി മുതലാളി എന്നൊക്കെയാണ് പറയുക. ഒരു കർഷകന് ഒരു അണ്ടി മുതലാളി ആവാനാവില്ല. ഉണ്ടാക്കുന്നവൻ കർഷകനാണ്, പക്ഷേ അയാൾക്കൊരിക്കലും അതിൻ്റെ ഇപ്പം നമുക്കൊരു വാഴക്കൊല ഉണ്ടാക്കുന്നവന് ചിപ്സ് ഉണ്ടാക്കാനാവും. അവൻ്റെ വീട്ടിലിരുന്ന് വറക്കാം, അല്ലെങ്കിൽ ചക്ക കുറുക്കാം, അല്ലെങ്കിൽ ചക്ക അടയുണ്ടാക്കാം, പല പല സാധനങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ കശുവണ്ടി ഒന്നും ചെയ്യാനാവില്ല. അവനത് വറുത്ത് കൊടുത്തിട്ട് മാർക്കറ്റിൽ സ്വീകാര്യത ഉണ്ടാക്കാനോ, അല്ലെങ്കിൽ ഇതിൻ്റെ മാർക്കറ്റ് അധികവും എക്സ്പോർട്ടും അതുപോലെ വാങ്ങുന്നവർ വളരെ ഇതായതുകൊണ്ട് തന്നെ വറുത്ത കശുവണ്ടി മെക്കനൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. കേരളത്തിൽ, ഇന്ത്യയിലും ഏറ്റവും അധികം കശുവണ്ടി ഫാക്ടറി ഉള്ളത് ഗോവയിലും കൊല്ലത്തൊക്കെയാണ്. ഇവിടെയൊക്കെയുള്ള കമ്പനികളൊക്കെ കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള വലിയൊരു ഇൻഡസ്ട്രിയാണ്. അതുകൊണ്ട് കശുവണ്ടി കർഷകർ എന്നും ഈ സ്ഥലത്ത് തന്നെയായിരിക്കും. അവരുടെ മാർക്കറ്റിൽ കൊണ്ടുപോയി കിട്ടുന്ന വിലക്ക് നടത്തുക എന്നല്ലാണ്ട് പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഒരു പ്രൈമറി വാല്യൂ അഡീഷൻ കർഷകർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. മറ്റൊരു കാര്യം, മറ്റൊരു പ്രൊഡക്റ്റ് അതിനകത്ത് മാങ്ങയാണ്. മാങ്ങയും കശുമാങ്ങയും ഫെനി എന്ന് പറയുന്നൊരു ഉൽപ്പന്നം, അത് ജിയോ ടാഗഡ് ഉൽപ്പന്നമാണ്. അതും ഉണ്ടാക്കാൻ നിയമപരമായിട്ടുള്ള പല പരിമിതികളുമുണ്ട്. എല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് നിയമവിരുദ്ധവുമാണ്. കശുമാങ്ങ വാറ്റുമൊക്കെ ചെയ്യാറുണ്ട്, പക്ഷേ അത് നിയമവിരുദ്ധമാണല്ലോ. അപ്പം എവിടെയാണ് യഥാർത്ഥത്തിലുള്ള വാല്യൂ അഡീഷൻ എന്നുള്ള ഒരു സെർച്ചിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് കശുവണ്ടി യഥാർത്ഥത്തിൽ മുളച്ചു പോകും. ഈ കാലം തെറ്റിയുള്ള മഴ പെയ്യുമ്പോഴും ജൂൺ മാസത്തിലൊക്കെ മഴ പെയ്യുമ്പോൾ കശുവണ്ടി മുളച്ചത് കിളുത്തു പോകും. അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നനഞ്ഞ കശുവണ്ടി കൊല്ലത്തെ ഫാക്ടറികൾ ഉപയോഗിക്കില്ല. ഇങ്ങനെ കർഷകർക്ക് ഹാർവസ്റ്റ് ലോസ് ആകുന്ന കശുവണ്ടിയെ എങ്ങനെ ഉപയോഗപ്പെടുത്താം? അത് മുളക്കുമ്പം പരമ്പരാഗതമായിട്ട് നമ്മൾ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ അമ്മയൊക്കെ വളരെ കുറച്ച് കിട്ടും, 5-10 കിട്ടും. അതുകൊണ്ട് ചെറിയ ചെറിയ കറികളൊക്കെ ഉണ്ടാക്കും, വളരെ ടേസ്റ്റാണ്.
അത് വ്യാവസായികമായിട്ട് ഉണ്ടാക്കാനാവുമോ, അതൊരു കർഷകന് ഉൽപ്പാദിപ്പിക്കാനാവുന്ന തരത്തിലുണ്ടാകുമോ എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ആലോചിച്ചിട്ടാണ് ഇത്തരത്തിൽ കശുവണ്ടി മുളപ്പിക്കലും, യഥാർത്ഥത്തിൽ കശുവണ്ടി മുളപ്പിക്കലല്ല, ആ മുളപ്പിച്ച കശുവണ്ടിയുടെ കൊമേഴ്സ്യലൈസേഷൻ വ്യാവസായികമായിട്ടൊരു കർഷകന് ചെയ്യാമെന്നുള്ള നിലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിന് ആണ് ഞാൻ ഇറങ്ങിപ്പുറപ്പെട്ടത്. അത് ഒരു പരിധിവരെ ഞാനതൊന്ന് പരീക്ഷിക്കാനായിരുന്നു. പക്ഷേ ഈ നമ്മുടെ സർക്കാരിൻ്റെ നിലപാടുകൾ കാരണം എന്നെ ഒരു സംരംഭകനാക്കി തീർത്തു, ബലമായിട്ടാക്കി തീർക്കുക ചെയ്തത്. കാരണം നമ്മളൊരു സാധനത്തിന് ഇറങ്ങി പുറപ്പെടുമ്പം സർക്കാർ നമ്മളെ പലതരത്തിലും, നമ്മളെവിടെയാണോ ബ്ലോക്ക് ആവുന്നത് അവിടെയൊക്കെ സർക്കാർ നമ്മളെ പലതരത്തിലും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു റിസർച്ച് വർക്കുകളൊക്കെ നടന്നത്? യഥാർത്ഥത്തിൽ ഇതിന് ഏറ്റവും അധികം എന്നെ സഹായിച്ചത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി മടക്കത്തറ കാഷ്യൂ റിസർച്ച് സെൻറ്ററും ഡയറക്ടറേറ്റ് ഓഫ് കാഷ്യൂ ആൻഡ് കൊക്കോ ഡയറക്ടറേറ്റ് ഉണ്ട്, കൊച്ചിയിലാണ് ആസ്ഥാനം. നമ്മുടെ കേരളത്തിലാണ് ഈ കാഷ്യോയുടെ ഡയറക്ടറേറ്റ് ഇരിക്കുന്നത്. അതുപോലെ കാഷ്യൂ റിസർച്ചിൻ്റെ ഡോക്ടർ ജലജ എസ് മേനോൻ, അവരായിരുന്നു എൻ്റെ മെൻറ്റർ. അവർ സാധാരണ എനിക്ക് സർക്കാർ ഉദ്യോഗസ്ഥരോടൊക്കെ അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ പോയിട്ട് ഇത്തരത്തിലൊരു ആശയം പങ്കുവെച്ചപ്പം അവർ നിരന്തരമായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് അവർ കേന്ദ്രത്തിൻ്റെ ഇത്തരത്തിലുള്ള പുതിയ ആശയങ്ങൾക്ക് സൗജന്യമായിട്ട് ഗ്രാൻഡായിട്ട് തിരിച്ചടവില്ലാതെ പണം കിട്ടുമെന്നൊക്കെ പറഞ്ഞു. ആദ്യഘട്ടത്തിൽ ഞാനൊന്നും വിശ്വസിച്ചില്ല, കാരണം ഇതൊന്നും കിട്ടുന്നതല്ല എന്നുള്ള നിലയിലായിരുന്നു. പക്ഷേ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻറ്റർ ഡോക്ടർ KP സുധീർ സാറിൻ്റെ നേതൃത്വത്തിലുള്ള റിസർച്ച് സെൻറ്ററുണ്ട്, ബിസിനസ് സെൻറ്ററുണ്ട്. അവിടെ പോയപ്പോൾ രാഷ്ട്രീയ കൃഷി വികാസ് യോജന RKVY കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ്. അതിൽ ഒരു പ്രൈം മിനിസ്റ്ററുടെ ഗ്രാൻഡ് 25 ലക്ഷം രൂപയുണ്ട്. അത് പുതിയ ആശയമുള്ളവർക്ക് ആശയത്തിനെ ബിസിനസ്സാക്കി മാറ്റാൻ നിരുപാധികമായിട്ട് 25 ലക്ഷം രൂപ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. വിശ്വാസം തോന്നിയില്ലെങ്കിലും ഈ പറഞ്ഞ ഡോക്ടർ ജലജ എസ് മേനോൻ്റെയും മടക്കത്തറ റിസർച്ച് സെൻറ്ററിൻ്റെയും ഡയറക്ടറേറ്റ് ഓഫ് കാഷ്യോക്കാരുടെയും നിർബന്ധം കാരണം അവസാനത്തെ മണിക്കൂറിൽ ഞാൻ ആപ്ലിക്കേഷൻ വെച്ചു. ഏകദേശം 8000-ഓളം ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത്. അതിൽ നിന്നും കേരളത്തിൽ നിന്ന് 6 സംരംഭകരെ വിവിധ മേഖലയിലുള്ളത് തിരഞ്ഞെടുത്തു. അതിൽ തിരഞ്ഞെടുത്തതിലും അതല്ല നാഷണൽ ലെവലിൽ ഫൈനലിസ്റ്റിൽ ഒന്നാമനായിട്ടാണ് ഫിനിഷ് ചെയ്തത്. അങ്ങനെ RKVYയുടെ 25 ലക്ഷം രൂപ ഗ്രാൻഡ് എനിക്ക് ആദ്യഘട്ടം ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ബാക്കി രണ്ടാമത്തെ ഘട്ടം അടുത്ത ഏതാനും ദിവസങ്ങളിൽ കിട്ടും. ഏത് തരത്തിലാണ് ഈ പുതിയ ഫാക്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഈ എമൗണ്ട്? അല്ല, പുതിയ ഫാക്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഗ്രാൻഡ് എൻ്റെ റിസർച്ച് പരിപാടികൾക്കും എൻ്റെ പ്രൊഡക്റ്റ് കൊമേഴ്സ്യലൈസേഷനും വേണ്ടിയിട്ടുള്ള ഒരു വർക്കിംഗ് ക്യാപിറ്റലായിട്ടും ചില R&Dകൾ ചെയ്യാൻ വേണ്ടിയിട്ടും, അതായത് ഒരു സംരംഭകൻ എന്നുള്ള ആശയത്തിൽ എന്നെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഗ്രാൻഡ്. ആ സംരംഭകൻ വ്യാവസായികമായിട്ടും കൊമേഴ്സ്യലായിട്ടും വിജയിക്കാൻ വേണ്ടിയിട്ട് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, അത് എനിക്ക് തോന്നുന്നു ഇത്രയും ഭാവനാത്മകമായിട്ടുള്ള ഒരു പദ്ധതി വേറെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് സംരംഭകനായി തന്നെ താങ്കളെ നിലനിർത്താനാണ്, അതായത് താങ്കളുടെ R&D വർക്കുകളും ആ ഒരു കേപ്പബിലിറ്റിയും ഒക്കെ അതേപടി നിലനിർത്താനാണ് സർക്കാർ അതിനകത്തൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ, കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ കോൺട്രിബ്യൂഷൻസ് വരണം എന്നുള്ള രീതി. എങ്ങനെയാണ് അങ്ങനത്തെ? അത് എനിക്കൊന്ന് അടിസ്ഥാനപരമായിട്ട് സർക്കാരിൻ്റെ നിലപാടുകളുടെ മാറ്റമാണത്. അങ്ങനെ ഒരു സർക്കാരിൻ്റെ നിലപാട് മോശം പുതിയത് കാലഘട്ടത്തിനനുസരിച്ചിട്ട് സർക്കാർ അതിൻ്റെ നിലപാടുകൾ മാറ്റി. ധാരാളം തൊഴിൽ കൊടുക്കുക എന്നുള്ളതായിരുന്നു ഒരു കാലഘട്ടം വരെ നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാട്. നമ്മൾ ഭീകരമായ ജനസംഖ്യയാണ്, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയാണ്. തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം തൊഴിൽ കൊടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ പോളിസി തൊഴിൽ ദാതാക്കളെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം തൊഴിലാളികളെ സൃഷ്ടിക്കലല്ല, തൊഴിൽ ദാതാക്കളെ സൃഷ്ടിക്കണം. തൊഴിൽ ദാതാക്കളാണ് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും. അപ്പം അത് അടിസ്ഥാനപരമായിട്ടുള്ളൊരു ചേഞ്ചാണ്. അങ്ങനെ മാത്രമേ നമ്മൾ ഭാരതത്തിന് അടുത്ത ഘട്ടത്തിലുള്ള വളർച്ചയിലേക്ക് കടക്കണമെങ്കിൽ തൊഴിൽ ദാതാക്കളായിട്ടുള്ള സംരംഭകർ വരണം. അല്ലാണ്ട് എനിക്കൊരാൾക്ക് തൊഴിൽ കിട്ടിയാൽ രാജ്യത്തിൻ്റെ പ്രശ്നം തീരില്ല. എന്നെ പോലെ ലക്ഷക്കണക്കിന് തൊഴിൽ ദാതാക്കളെ ഉണ്ടാക്കുമ്പം അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് എൻ്റർപ്രണറെ എന്തെങ്കിലും സഹായം ചെയ്തിട്ട് അയാളെ ഒരു തൊഴിലാളിയാക്കുക, അയാളെന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കട്ടെ, കൈത്തൊഴിൽ ചെയ്ത് ജീവിക്കട്ടെ എന്നുള്ള സർക്കാരിൻ്റെ ആലോചന മാറുകയും ഈ തൊഴിൽ ദാതാക്കളാക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ ഗ്രാൻഡിന് ശേഷം ഇൻഫ്രാസ്ട്രക്ചറിന് എനിക്ക് പണം കിട്ടിയത്. അല്ലെങ്കിൽ ഗ്രാൻഡിൽ നിൽക്കേണ്ടതാണ്. ഞാനും ഭാര്യയും ഒരു തൊഴിലാളിയായിട്ട് യൂണിറ്റായിട്ട് പോകുമായിരുന്നു. പക്ഷേ ഇന്ന് എന്നെ പിടിച്ചിട്ട് ഒരു
നമുക്കും താല്പര്യമുണ്ട്. നമ്മുടെ ഡെഡിക്കേഷനും നമ്മളുടെ സാങ്കേതികവും നമുക്ക് ഗവൺമെൻറ് ഭാഗങ്ങളിൽ നിന്ന് സപ്പോർട്ടും ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു തൊഴിൽ ദാതാവാക്കാൻ വേണ്ടി സർക്കാർ മുൻകൈ എടുക്കുകയാണ്. ഇത് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫാക്ടറിയിൽ ഇതിൻ്റെ നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ AIF പദ്ധതിയാണ്. ഈ പദ്ധതിയെക്കുറിച്ച് കേരളത്തിലുള്ള എത്ര ആൾക്കാർക്ക് അറിയാമെന്ന് എനിക്ക് അറിയില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ തിരിച്ചടവ് 2 വർഷം കഴിഞ്ഞിട്ടാണ് തുടങ്ങുക. അതായത് ഒരു സംരംഭം തുടങ്ങി നാളെ രാവിലെ അവന് ബാങ്കിലെ പൈസ തിരിച്ചടക്കാനുള്ള ഓട്ടത്തിന് പകരം അവൻ ആ പ്രൊഡക്റ്റിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്ത് മാർക്കറ്റിലെത്തി വളരെ റിലാക്സ്ഡ് ആയിട്ട് മാർക്കറ്റിനെ അറ്റാക്ക് ചെയ്ത് അതിനുള്ള സകല ശേഷിയും ഉണ്ടാക്കിയിട്ടാണ് അതുവരെ നമുക്ക് തിരിച്ചടവിൻ്റെ ബാധ്യതയില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. വളരെ ഭാവനാത്മകമായിട്ടുള്ള പദ്ധതികളാണ് ഈ AIF പോലുള്ള പദ്ധതികൾ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു പേറ്റന്റ് ഇതിനായിട്ടുള്ള ഈ ടെക്നോളജിക്ക് പേറ്റന്റ് ഉൾപ്പെടെ സ്വന്തമാക്കി കഴിഞ്ഞു താങ്കൾ. എങ്ങനെയായിരുന്നു അതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ താങ്കളുടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയും? അതായത് RKBY റാഫ്താർ പേസ് ഗ്രാൻഡിൽ 25 ലക്ഷം രൂപ ഗ്രാൻഡിൽ അതിനകത്ത് നമ്മളുടെ ഒരു ഇന്നൊവേഷൻ ആയിരിക്കണം, പുതിയതായിട്ട് ചെയ്യുന്നൊരു കാര്യം ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് ചെയ്യുന്ന കാര്യത്തിൻ്റെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പേറ്റൻറ്റുകൾക്ക് അപേക്ഷിക്കാനും അപേക്ഷിക്കുന്നതിൻ്റെ ഫീസ് തരാനും ഉള്ള ഓപ്ഷൻ ഉണ്ട്. കാരണം ഇത് പുതിയതായിട്ട് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ഗ്രാൻഡ് കിട്ടുള്ളൂ. അത്തരത്തിൽ ഞാൻ യഥാർത്ഥത്തിൽ കശുവണ്ടി മുളപ്പിക്കുന്നതിലൊന്നും എനിക്ക് പേറ്റൻറ്റുകളോ ഒന്നും ഞാൻ എടുത്തിട്ടുമില്ല, അത്തരത്തിലും അല്ല ചെയ്തിരിക്കുന്നത്. കശുവണ്ടിയുടെ മുളക്കൽ ക്ഷമതക്ക് അല്ലെങ്കിൽ ഇത് എല്ലാ സമയത്തും 365 ദിവസവും കശുവണ്ടി മുളപ്പിക്കാനുള്ള ചില സാങ്കേതികമായിട്ടുള്ള വിവരങ്ങൾ അതിനെ ക്രോഡീകരിച്ചിട്ട് അതിൻ്റെ ആ പ്രോസസ്സ് കശുവണ്ടി മുളപ്പിച്ചെടുക്കുന്ന പ്രോസസ്സിന് മാത്രമാണ് പേറ്റൻ്റ് ഉള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും കർഷകർക്ക് ഞാൻ പേറ്റൻ്റ് എടുത്തു എന്ന് വെച്ചിട്ട് നമ്മൾ തുടങ്ങാണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ പേറ്റൻറ്റുകൾ ഇരിക്കുന്നത് പിന്നെ ഇതിൻ്റെ അകത്തുനിന്നും ചില മെഡിസിൻസ് ഉണ്ടാക്കാൻ പറ്റുന്നതോ ഇതിൻ്റെ അകത്തുനിന്നും ആൾക്കഹോൾ ഉണ്ടാക്കാൻ പറ്റുന്നതോ അങ്ങനെയുള്ള ചില മേഖലകളിൽ മാത്രമേ പേറ്റൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളൂ. അല്ലാതെ ഇത് ഏതൊരു കർഷകനും താങ്കൾ ചോദിച്ച ചോദ്യത്തിൽ ചിലപ്പം മഹേഷേട്ടന് ഉദ്ദേശിച്ചത് വേറൊരു കാര്യമാണെങ്കിലും ആൾക്കാർ വിചാരിക്കും ഇദ്ദേഹത്തിന് പേറ്റൻ്റ് ഉള്ളതല്ല. അങ്ങനെയല്ല, ഞാൻ ആ ഭാഗത്തേക്ക് പേറ്റൻറ്റിലേക്ക് പോയിട്ടില്ല. ഞാൻ ചില പ്രോസസ്സിങ് ടെക്നോളജികൾക്കും ഇതിൻ്റെ അകത്തുനിന്ന് ഹൈലി കൊമേഴ്സ്യലായിട്ടുള്ള മരുന്ന് പോലെയുള്ള ചില സാധനങ്ങൾ, അതേപോലെ മദ്യം പോലെയുള്ള ചില സാധനങ്ങൾക്ക് മാത്രമാണ് ഞാൻ പേറ്റൻറ്റിന്. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് പദ്ധതികൾ ഈ നവസംരംഭകർക്കായി കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് താങ്കളെപ്പോലെ ഇന്നൊവേറ്റീവായിട്ടുള്ള പുതിയ ഐഡിയകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്ന ആൾക്കാർക്ക് സ്റ്റാർട്ടപ്പ് ഇന്ത്യ പോലുള്ള വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരുപാട് പദ്ധതികൾ. അതൊരു വലിയ കറക്ഷന് സാധ്യതയില്ലാത്ത രീതിയിൽ അത് നടത്തിക്കൊണ്ട് പോകാനും മുന്നോട്ട് പോകാനും ഏതാണ്ട് പല മേഖലകളിലും അതിൻ്റെ റിസൾട്ട് ഇന്ന് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് ആ ഒരു സമീപനത്തെ കാണുന്നത്? ആ സമീപനത്തിനെ കാണുന്നത് ഈ പറഞ്ഞ ഈ കറപ്ഷൻ ഫ്രീ സുതാര്യത എന്ന് പറയുന്ന കാര്യം, അത് ഞാൻ പറഞ്ഞുതരാം. അത് വളരെ സിമ്പിളാണ്. കാരണം നമ്മളൊരു ലോണിന് പോകണം എന്ന് വെച്ചാൽ സാധാരണ നിലയിൽ ആദ്യം നമ്മൾ ലോണിൻ്റെ ബാങ്കിൽ പോകുന്നു. കേന്ദ്ര ഗവൺമെൻറ് പരിപാടി ഇങ്ങനെയല്ല. ഞാൻ ഈ ലോണിനായിട്ട് അപേക്ഷിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടുത്താണ്. കേന്ദ്ര ഗവൺമെൻറ്റിലെ നാഷണൽ ലെവലിലൊരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയിൽ ബാങ്ക് എക്സ്പേർട്ടുകളും IIT പോലെയുള്ള സ്ഥാപനങ്ങളിലെ എക്സ്പേർട്ടുകളും കാർഷിക മേഖലയിലെ എക്സ്പേർട്ടുകളും ഫിനാൻഷ്യൽ മേഖലയിലെ എക്സ്പേർട്ടുകളും ബാങ്ക് പ്രതിനിധികളും ഉൾപ്പെടെയുള്ള ആൾക്കാർ നമ്മൾ കൊടുക്കുന്ന പ്രപ്പോസൽ അവർ മോണിറ്റർ ചെയ്യും. അവർ ആ പ്രപ്പോസൽ നടത്തിക്കാമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ച് നമ്മളെ ബന്ധപ്പെട്ടിട്ട് നമ്മൾ മൊബൈൽ ഫോണും എടുത്തിട്ട് നമ്മൾ എവിടെയാണോ ഫാക്ടറി തുറക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ പോവുക. അവിടുത്തെ GPS ലൊക്കേഷൻ ഷെയർ ചെയ്യുക. ആ GPS ലൊക്കേഷൻ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ലോൺ തരാനാവുന്ന ബാങ്ക് ഏതാണെന്ന് അവർ ഓപ്റ്റ് ചെയ്യും. ആ ഓപ്റ്റ് ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് 2-3 ബാങ്കുകളുടെ ലിസ്റ്റ് വരും. ആ ലിസ്റ്റിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ബാങ്കിലേക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ ബാങ്ക് മാനേജർ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നുള്ള റെക്കമെൻഡേഷനും കൂടെ കഴിഞ്ഞിട്ട് ബാങ്ക് മാനേജർ അറിയുമ്പോൾ മാത്രമാണ് ഈ ബാങ്ക് മാനേജർ ഇങ്ങനെ എൻ്റെ ബാങ്കിൽ നിന്നും ലോൺ കൊടുക്കാൻ പോകുന്നു എന്നറിയാം. അതായത് നമ്മൾ സാധാരണ നമ്മുടെ ശീലം കടലാസുകളും എടുത്തിട്ട് പോകുന്നു, കടലാസ് പോരാന്ന് പറയും, തിരിച്ചു വരുന്നു, അത് പോരാന്ന് പറയുന്നു, കുറേ 1000 ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നബാർഡ് എല്ലാ ജില്ലയിലും, ഈ രാജ്യത്തെ മുഴുവൻ ജില്ലകളിലും വളരെ സ്മാർട്ടായിട്ടുള്ള MBA BTech ഒക്കെ കഴിഞ്ഞ ചെറുപ്പക്കാരെ നമ്മളൊക്കെ ഹെൽപ്പ് ചെയ്യാൻ, ഈ DPR ഉണ്ടാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ, നമ്മൾ സംരംഭകത്വം നമ്മളിലുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ നമ്മളെ കുറ്റവാളിയെ തേടി പിടിക്കുന്ന പോലെ പിടിക്കുക ചെയ്യുക. എന്നിട്ട് നമ്മളെ പിടിച്ച് സംരംഭകനാക്കുക. എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. നമ്മളെ തേടി പിടിച്ച് നമ്മളെ പുറത്തേക്ക് പോകാൻ പറ്റില്ല, നമ്മളെ സംരംഭകനാക്കിയേ വിടത്തുള്ളൂ. അങ്ങനെ നമ്മൾ സാധാരണ കേട്ടുകേൾവിയുള്ള അഴിമതി, കൈക്കൂലി, അല്ലെങ്കിൽ ബാങ്കിൽ നിന്നുള്ള ഡിലേ, നടത്തിക്കൽ, ഇതിനൊന്നും വലിയ സ്കോപ്പില്ല. എല്ലാം ആയിക്കഴിഞ്ഞ് ബാങ്കിൽ നിന്ന്
60 ദിവസത്തിനുള്ളിൽ ഡിസ്പോസ് ചെയ്തിരിക്കണം. 61 ദിവസമാവാൻ പറ്റത്തില്ല. എനിക്ക് 45-ാമത്തെ ദിവസം യൂണിയൻ ബാങ്ക് ഡിസ്പോസ് ചെയ്തു. ബിഫോർ ടൈമിൽ എനിക്ക് യൂണിയൻ ബാങ്ക് ഡിസ്പോസ് ചെയ്തു തന്നു. അപ്പം ഇതിന് ഈ ബാങ്കുകളുടെയും നബാർഡ് പോലെയുള്ള ഏജൻസികളുടെയും സാമൂഹ്യ പ്രതിബദ്ധതയാണ് ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള നിലയിലേക്ക് സർക്കാർ സംവിധാനം അതിൻ്റെ നിലപാടിലെ കാർക്കശ്യവും ഇടപെടലിലെ സുതാര്യതയും കൊണ്ട് ആക്കി തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് സംരംഭകൻ പേപ്പർ കെട്ടുകളുമായിട്ട് ഫോട്ടോസ്റ്റാറ്റുകളുമായിട്ട് നിരന്തരം കയറി ഇറങ്ങേണ്ടത് ഈ AIF പോലെയുള്ളതും കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികളിൽ ഇപ്പോഴില്ല. മിക്ക പേപ്പറുകളും എന്താണ് ഏറ്റവും വലിയ കാര്യമെന്ന് 2014 ശേഷം വന്ന കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏകദേശം എൻ്റെ ലോൺ ഡോക്യുമെൻറ്റിനായിട്ട് ഏറ്റവും കുറഞ്ഞ 2500 പേജിനധികം ഡോക്യുമെൻറ്റുകളുണ്ട്. അതിലൊന്നിൽ പോലും ഒരു ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുന്ന സെൽഫ് അറ്റസ്റ്റേഷനാണ്. അപ്പോൾ ഒരു രാജ്യത്തെ പൗരൻ എന്നുള്ള നിലക്ക്, ഒരു എൻ്റർപ്രണർ എന്ന നിലക്ക് എനിക്ക് ആത്മവിശ്വാസം ബിൽഡ് ചെയ്യുന്നുണ്ട് ഓരോ സ്റ്റേജിലും. ഇപ്പോൾ കൂട്ടത്തിൽ പറയുമ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെയധികം ഫോളോ അപ്പാണ് കേരള സംസ്ഥാനത്തിൻ്റെ. അങ്ങനെ എന്തെങ്കിലും ആക്കി കുറേ ആൾക്ക് കൊടുത്തു, ആ ഒരു ഫിഗർ പ്രൊജക്റ്റ് ചെയ്തു, അത് പത്രസമ്മേളനം നടത്തുക, അങ്ങനെയുള്ളതൊന്നും അല്ല. നമ്മളെ സംരംഭകരാക്കിയിട്ട് നമ്മളെ രാജ്യത്തിനെ ഏറ്റവും വലിയ എക്കണോമിക്കൽ ശക്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാളിയാക്കി മാറ്റുക എന്നുള്ള നിലയിൽ നമ്മൾ വിട്ടുപോകാൻ വെച്ചാലും നമ്മൾ എവിടെയെങ്കിലും വീക്കോ സീക്കോ ആവുന്നുണ്ടെങ്കിൽ അപ്പോഴേക്ക് സർക്കാർ ഓടിയെത്തും. അത് എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെത് മാത്രമല്ല, ഈ ഫീൽഡിൽ മിക്ക ആൾക്കാർക്കും ഉള്ളൊരു എക്സ്പീരിയൻസ് അങ്ങനെയാണ്. കാരണം ഗവൺമെൻറ്റുകളുടെ നിലപാടുകളൊക്കെ ഒരുപാട് മാറി. നമ്മുടെ സംസ്ഥാന സർക്കാർ സംരംഭക വർഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു യാത്ര കുറച്ച് നാളായിട്ട് നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ഏതാണ്ട് ഒരു 1 year കഴിഞ്ഞെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് താങ്കൾക്ക് കിട്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഈ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒരു ഇതെങ്ങനെയാണ്, ഡിഫറൻസ് എങ്ങനെയാണ് അതിൻ്റെ? എനിക്ക് ഡിഫറൻസ് എന്നുള്ളതല്ല, കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നു, സബ്സിക്വൻ്റായിട്ട് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരും ചെയ്യുന്നു. ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് കൃഷി വകുപ്പും, ഇത് രണ്ടും എന്നെ സംബന്ധിച്ചോളം ഞാൻ ഡയറക്റ്റ് ബന്ധപ്പെടുന്നതാണ്, വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ചില ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡികൾ, അതേപോലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, അതേപോലെ പൊല്യൂഷൻ, അങ്ങനെയുള്ള കുറച്ച് ഇനിയും മാറേണ്ടതായിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. അത് ഒരു ഇൻഡസ്ട്രി ഫ്രണ്ട്ലി അല്ല. കുറ്റം പറയാനായിട്ട് പ്രത്യേകിച്ചില്ല. പക്ഷേ കുറേയും കൂടെ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ ഒരു പോസിറ്റീവ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രതീക്ഷിക്കുന്നത്ര ആയിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. ഇത്തരമൊരു പ്രൊഡക്റ്റുമായിട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് സംസ്ഥാന അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ ആയിരുന്നു ആദ്യം സമീപിച്ചത്. അങ്ങനെ എന്തെങ്കിലും? ഞാൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലാണ് സമീപിച്ചത്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, പിന്നെ കൃഷി വകുപ്പിൽ യഥാർത്ഥത്തിൽ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവർ എൻ്റെ പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡൈസേഷന് ഒക്കെ ചെയ്യേണ്ട ഇവിടെയുള്ള കൃഷി ഓഫീസർക്കൊക്കെ അവരുടെയൊക്കെ ഡ്യൂട്ടി കൃഷിഭവനുകളിലെ ചില പേപ്പർ വർക്ക് ചെയ്യാൻ ഒരുപാട് വർക്ക് ലോഡിലാണ് അവർ പരിമിതപ്പെട്ടു. അവർ വിത്ത് കൊടുക്കുന്നു, ഇത്തരത്തിലുള്ള പ്രൊസീജിയറുകളൊക്കെ ഓൺലൈനാക്കിയും ബെനിഫിറ്റുകളൊക്കെ ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും ഈ AO എന്നൊക്കെ പറയുന്ന ഉദ്യോഗസ്ഥന്മാർ ഒരുപാട് ഫ്രീ ആവേണ്ടതാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ എൻ്റെ അഭിപ്രായത്തിലുള്ള എൻ്റെ കറക്റ്റായിട്ടുള്ളൊരു വിമർശനം എന്ന് വെച്ചാൽ, കേരളത്തിലെ അഗ്രികൾച്ചർ ഓഫീസർമാർ വളരെ എഡ്യൂക്കേഷനുള്ളവരാണ്. MSc അഗ്രികൾച്ചറൊക്കെ കഴിഞ്ഞവർ അവരുടെ പാഷൻ അനുസരിച്ചിട്ട് അവർക്ക് പ്രവർത്തിക്കേണ്ട പണിയൊന്നും അല്ല അവരെടുക്കുന്നത്. കശുവണ്ടി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് കൊല്ലമാണ്. ഏതാണ്ട് ഒരു 75% മലയാളികളുടെയും ചിത്രം, മനസ്സിൽ പതിഞ്ഞ ചിത്രം അങ്ങനെയാണ്. കൊല്ലത്തെ കശുവണ്ടി ഫാക്ടറികളാണ് ചിന്തിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കശുവണ്ടി ഉൽപ്പാദനം നടക്കുന്ന ഒരു മേഖലയാണ് കണ്ണൂർ ജില്ലയും ഏതാണ്ട് കാസർഗോഡിൻ്റെ കുറച്ച് ഭാഗങ്ങളും. അപ്പോൾ പക്ഷേ കശുവണ്ടിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുഴുവൻ നടക്കുന്നത് കൊല്ലം കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്, അല്ലെങ്കിൽ കൊല്ലത്തെ അതിൻ്റെ ക്ഷേമം കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നടക്കുന്നത്. എങ്ങനെയാണ് ഈ കശുവണ്ടിയുടെ ഒരു ബിസിനസ്സിനെ കൊല്ലത്തിലേക്ക് കൊണ്ടുപോയത്? ഈ കണ്ണൂരിൽ നിന്നും ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം നടക്കുന്ന കണ്ണൂരും കാസർഗോഡും ഒക്കെ ഉപേക്ഷിച്ചതങ്ങ് കൊല്ലത്തേക്ക് എങ്ങനെയാണ്? ഇതിന് ഉത്തരം ചരിത്രപരമായിട്ട്, രാഷ്ട്രീയപരമായിട്ട്, സാമൂഹികം, അങ്ങനെ പല ആംഗിളിലും പറയേണ്ടതുണ്ട്. പറഞ്ഞാൽ തീരില്ല. എങ്കിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിൻ്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാമൂഹിക കാലാവസ്ഥയിൽ, പ്രത്യേകിച്ച് തൊഴിലാളികളുടെ കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനം എന്നും മുൻപന്തി തന്നെയായിരുന്നു.
എങ്കിലും ചില മേഖലയിലെ തൊഴിലാളികൾ എല്ലാ കാലത്തും അസംഘടിതരാണ്. ഈ കശുവണ്ടി തൊഴിലാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊല്ലത്തെ അണ്ടി ഫാക്ടറിയിൽ പണിയെടുക്കുന്നവരായി മാത്രം അതെ, കോർണർ ചെയ്യുകയോ കോർണർ ചെയ്യിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് ചെയ്യിക്കപ്പെട്ടു എന്നാണ്. കാരണം അതൊരു സംഘടിത സ്വഭാവമുള്ളതും അതൊരു പ്രത്യേക കമ്മ്യൂണിറ്റി ആയിട്ട് ഇതുപോലെ വലിയ കണ്ണൂർ കാസർഗോഡ് എന്ന് പറയുന്ന ഇതിൻ്റെ കിഴക്കൻ മേഖല എന്ന് പറയുന്ന വലിയൊരു ഭൂമിശാസ്ത്രത്തിന് ഉൾക്കൊള്ളുന്നതും വിവിധ ജാതിയിലും വിവിധ മതത്തിലും വിവിധ സംസ്കാരത്തിലും പെട്ട ആൾക്കാരുള്ള ഒരു അവിടെ ഒരു കർഷകർ എപ്പോഴും അസംഘടിതമാണ്. അതുകൊണ്ട് കേരളത്തിലെ ഈ പറഞ്ഞതിന് പിന്നിലൊരു ഈ തൊഴിലാളി സംഘടനകളുടെ വലിയൊരു ഇടപെടൽ, തൊഴിലാളി സംഘടനകൾക്ക് അസംഘടിതരായിട്ടുള്ള കാർഷിക മേഖലയോട് താല്പര്യമില്ല. ഉണ്ടെങ്കിൽ അത്തരത്തിൽ ഒരു സംഘടന ഇവിടെ ഉണ്ടാവുകയും ഞാനോ എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ആ സംഘടനയിൽ മെമ്പറും ആകേണ്ട ഒരാൾ തന്നെയാണ്. തൊഴിലാളി സംഘടനകളുടെ അതിഭീകരമായിട്ടുള്ള ഇടപെടലുകൊണ്ട് കൊല്ലത്തെ കശുവണ്ടി സംസ്കരണ മേഖല വളരെ പ്രതിസന്ധിയിലാണ്. കശുവണ്ടി ഉൽപ്പാദന മേഖലയിൽ തൊഴിലാളി സംഘടനകൾ ഇല്ലാത്തതുകൊണ്ട് അതൊരു ചൂഷണത്തിൻ്റെ മേഖലയുമാണ്. അപ്പം ഇതിനിടയിൽ പോകേണ്ട സാമൂഹ്യ ഇടപെടലുകൾ കാലാകാലത്ത് നടത്തേണ്ട ബാധ്യതയുണ്ടായിരുന്ന തൊഴിലാളി സംഘടനാ പ്രസ്ഥാനങ്ങളോ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങളോ മനഃപൂർവ്വം അവഗണിച്ചതാണോ എന്നറിയില്ല. ഈ കാലത്തിൽ അങ്ങനെ പറ്റിപ്പോയതാണോ എന്നറിയില്ല. ഏതാനും ശരി, അല്ല, മന്ത്രിതലത്തിൽ പോലും ചർച്ചകളൊക്കെ നടക്കുമ്പോൾ പലപ്പോഴും ഈ വിഷയം വരുമ്പോൾ ഞാൻ ആദ്യം ഉപയോഗിച്ച വാക്ക് ഈ കശുവണ്ടി ഉൽപ്പാദന മേഖല പുറമ്പോക്കിലാണ്. അവിടുത്തെ തൊഴിലാളി എപ്പോഴും പുറമ്പോക്കിൽ തന്നെയാണ്. അയാളെ തൊഴിലാളിയായിട്ട് പോലും കശുവണ്ടി തൊഴിലാളി എന്ന് പറയുന്നത് കൊല്ലത്തെ ഫാക്ടറി തൊഴിലാളി മാത്രമാണ്. യഥാർത്ഥത്തിൽ അവിടെ നമ്മളൊന്ന് ചെറിയ തോതിൽ വിമർശനത്തിന് വിധേയമാക്കി കഴിഞ്ഞാൽ ഇവിടെയുള്ള ആഭ്യന്തര ഉൽപ്പാദനമൊന്നും മതിയാവാഞ്ഞിട്ട് വിദേശത്തു നിന്നും വാങ്ങുന്ന ആഫ്രിക്കൻ കശുവണ്ടി പ്രോസസ്സ് ചെയ്തിട്ട് അവർക്ക് തൊഴിൽ ദിനങ്ങൾ കൊടുക്കുന്നതാണ്. അതെ, ഈ അടുത്ത സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായ. അതെ അതെ, ഇവിടുത്തെ കശുവണ്ടി തൊഴിലാളിക്ക് മിനിമം വേജസ് കിട്ടാനോ. ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിതലത്തിലുള്ള ഒരു ചർച്ചയിൽ ഒരു സംസാരിക്കാൻ 2 മിനിറ്റ് കിട്ടിയപ്പം തൊഴിലുറപ്പ് പദ്ധതിയിൽ കശുവണ്ടി പെറുക്കുന്നതിന് ഏർപ്പാടാക്കിയാൽ കശുവണ്ടി നടുന്നവന് 10 രൂപ നിങ്ങൾക്ക് വില കൂട്ടി കൊടുക്കാനാവില്ല എന്ന് പറഞ്ഞപ്പം അത് പരിഗണിക്കാവുന്ന ഒരു വിഷയമാണല്ലോ എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഇന്നിതുവരെ അങ്ങനെ ഒരു പരിഗണനാ വിഷയമായിട്ട് വന്നില്ല. എനിക്ക് ഈ നാഷണൽ അവാർഡ് കിട്ടിയപ്പോഴാണ് നമുക്കിങ്ങനെ ഒരു വേദി കിട്ടിയത്. കശുവണ്ടി റോസ്റ്റഡ് കാഷ്യൂയുടെ മേഖലയിലല്ലാത്ത മേഖലയിലെ കശുവണ്ടിക്കൊരു പ്രവർത്തന മേഖലയുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് സംസ്ഥാന സർക്കാരും കൂടെ തിരിച്ചറിയുമ്പോൾ മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള റിലീഫ് കശുവണ്ടിയുടെ ഈ ഉൽപ്പാദന തൊഴിലാളി സമൂഹത്തിന് ഉപയുക്തമാവുള്ളൂ. നേരത്തെ കൊല്ലവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നടത്തി. ഇതുപോലെ താങ്കളൊരു കാര്യം സംസാരിച്ചു, ഇതുപോലെ പുറത്തു നിന്നുള്ള കശുവണ്ടി കൊണ്ടുവന്നിട്ട് അവിടെ പ്രോസസ്സ് ചെയ്യുന്ന ഈ അടുത്തിടയ്ക്ക് ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു വിഷയമാണ്. വാസ്തവത്തിൽ നമ്മുടെ ഈ സംസ്ഥാനത്ത് തന്നെ ഇതിനുള്ള ഉൽപ്പന്നങ്ങൾ കണ്ടെത്താൻ ആവില്ലേ? ഇല്ല, നമ്മുടെ യഥാർത്ഥത്തിൽ കേരളം ഇന്ത്യയിലെ ഏറ്റവും അധികം കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന 1ാം സ്ഥാനമുണ്ടായിരുന്ന സ്ഥലമാണ്. ഈ വർഷത്തെ ഡാറ്റ പ്രസിദ്ധീകരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ അത് മിക്കവാറും 8ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടാകും. ഇതുവരെയുള്ള ഡാറ്റാസ് വെച്ചിട്ട് അത് 6ാം സ്ഥാനത്തായിരുന്നു. ഈ വർഷത്തോടുകൂടി അതായത് കേരളത്തിലെ കൃഷിയിൽ നിന്നും ആൾക്കാർ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പിന്നോട്ട് പോകുന്നത് ഒന്ന് ഈ അസംഘടിത മേഖലയുള്ളത് മാത്രമല്ല, കശുവണ്ടി മേഖലയിൽ ചിലർക്കെങ്കിലും കശുവണ്ടി കൊല്ലത്ത് ഉള്ള ഈ തൊഴിലാളി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും കശുവണ്ടി മേഖലയിലേക്കും കണ്ണൂരിൽ നിന്നുള്ള കശുവണ്ടിയും കാസർഗോഡ് നിന്നുള്ള കശുവണ്ടിയേക്കാൾ കൂടുതൽ അവർക്കൊരു പക്ഷേ താല്പര്യം കശുവണ്ടി തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി കശുവണ്ടി ഇറക്കുമതി ചെയ്യുന്നതോ അത്തരത്തിൽ ബന്ധപ്പെട്ട ആക്ടിവിറ്റികൾക്കാണോ എന്ന് ഉള്ള തരത്തിലാണ്. കാരണം കശുവണ്ടി സെൻട്രൽ കാഷ്യോ ഡയറക്ടറേറ്റ് സൗജന്യമായിട്ട് ഭൂവിസ്തൃതി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സൗജന്യങ്ങൾ വാരിക്കോരി കൊടുക്കുന്നുണ്ട്. അത് ഏറ്റവും അധികം ഉപയുക്തമാക്കിയത് ഒറീസയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ. കേരളം അത് ഉപയുക്തമാക്കുന്നതിൽ അതിന് നമ്മൾ പല കാര്യങ്ങളുണ്ട്. അതിനകത്ത് രാഷ്ട്രീയമൊന്നുമല്ല കാര്യം. അതിനകത്ത് നമ്മുടെ ഭൂമിൻ്റെ ലഭ്യത കുറവ്, പുതിയ ആൾക്കാർ കൃഷിയിലേക്ക് വരുന്നില്ല. ഒറീസയാണ് ഏറ്റവും അധികം അത് ഉപയുക്തമാക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാഷ്യോ ആൻഡ് കൊക്കോ ഡയറക്ടറേറ്റിന് കൃഷി ഏരിയ വിസ്തീർണം വർദ്ധിപ്പിക്കാൻ, എല്ലാ കശുവണ്ടി ഇറക്കുമതിയും നിർത്താൻ വളരെ കൃത്യമായിട്ടുള്ള പ്ലാനുമായിട്ടാണ് പോകുന്നത്. പക്ഷേ ആ പ്ലാനിൽ കേരളത്തിൻ്റെ കോൺട്രിബ്യൂഷൻ താരതമ്യേന വളരെ കുറവാണ്. അതിന് കാരണം പുതിയ ആൾക്കാർ കൃഷിയിലേക്ക് വരുന്നില്ല. നമ്മൾ അടുത്തിടെ ചർച്ചയായ മറ്റൊരു കാര്യമാണ് ഈ കശുവണ്ടിയിൽ നിന്ന് മദ്യം ഉണ്ടാക്കും അല്ലെങ്കിൽ വൈനുണ്ടാക്കി കൊടുക്കും. അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് സംസ്ഥാന സർക്കാരിന് അധിക വരുമാനമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചർച്ചകൾ മന്ത്രിതലത്തിൽ തന്നെയാണ് അത്തരം ഒരു പരാമർശങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. എനിക്ക് തോന്നുന്നു അതിൻ്റെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. എന്താണ് അത്തരത്തിലുള്ള ഒരു പ്രോസസ്സിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണ്?
അതിനെക്കുറിച്ചിട്ട് അഭിപ്രായം പറയുന്നത്, ഞാൻ വളരെ ഗുണപരമായിട്ട് ആണ് ഞാൻ പങ്കെടുക്കുന്നത്. പക്ഷേ ഇന്നത്തെ കള്ളം പറയാനും ആവത്തില്ല, സത്യം പറയണമെന്ന് പറയുമ്പം ഇത് മഹാവിഡിത്തമാണ് ഈ പറയുന്നത്. കാരണം കശുമാങ്ങയിൽ നിന്നുണ്ടാക്കുന്ന മദ്യം പിന്നെ ഫെനി എന്ന് പറഞ്ഞിട്ടുള്ള ഗോവയ്ക്ക് ജിയോ ടാഗ് കിട്ടിയിരിക്കുന്ന കാര്യമാണ്. ഒരിക്കലും നമുക്ക് ഫെനി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ നമ്മുടെ സർക്കാർ വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറഞ്ഞാൽ വൈൻ, ഹോട്ടി വൈൻ എന്നാണ് സർക്കാരിൻ്റെ ഉത്തരവിൽ പറയുന്നത്. ഹോട്ടി വൈൻ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. വൈന് എന്ന് പറയുന്നത് ഒരു ഹോം മെയ്ഡ് ട്രഡീഷണൽ ടൂറിസം ലിങ്ക്ഡ് ബോണ്ടഡ് ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ മഹേഷ് ഏട്ടന് അറിയാമല്ലോ, ഇതുവരെ ഒരാൾ പോലും അപ്ലൈ ചെയ്തിട്ട് പോലുമില്ല ഈ ലൈസൻസിന്. എൻ്റെ അടുത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. കാരണം എനിക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് ഇവിടെ വൈൻ ഉണ്ടാക്കിയിട്ട് ബീവറേജസിൽ വിറ്റിട്ട് ബീവറേജസിൽ നിന്ന് എപ്പോഴെങ്കിലും കാശ് കിട്ടിയിട്ട് ഈ ഒരു ബിസിനസ്സിനെ ബ്രേക്ക് ഈവൺ ആക്കാനാവില്ല. അതുകൊണ്ട് ഈ അടിസ്ഥാനപരമായിട്ടുള്ള ഈ നയം നമ്മൾ മാറ്റണം. അത് ഒരു പക്ഷേ ഗവൺമെൻറ്റിൻ്റെ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടതിനെ കൊണ്ട് തന്നെ വീര്യം കൂടിയ മദ്യത്തിൻ്റെ വിൽപ്പനയെ കാര്യമായി ബാധിക്കുന്നു. അങ്ങനെ പല പല കൺസേൺസ്, നമുക്കറിയാത്ത ഒരുപാട് കൺസേൺസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കശുമാങ്ങയിൽ നിന്നും വൈൻ ഉണ്ടാക്കിയിട്ട് കേരളത്തിലെ കർഷകണ്ടി കർഷകൻ നന്നാകുമെന്നുള്ള ഒരു നടക്കാത്ത കിടാശ്ശേരിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മുൻപ് നമ്മൾ ചോദിച്ച എങ്ങനെ, എനിക്ക് എൻ്റെ അറിവിൽ നേരത്തെ IT ഫീൽഡിലൊക്കെ ആയിരുന്നു, പല സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ ഡിപ്ലോമ ഹോൾഡറാണ്, പല സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ യാദൃശികമായിട്ടാണ് ഒരു സംരംഭകനായിട്ടും അതുപോലെ തന്നെ ഒരു അഗ്രോ പ്രോഡക്ട്സിലേക്കും എത്തിപ്പെടുന്നത്. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു തുടക്കം? യഥാർത്ഥത്തിൽ നമുക്കൊക്കെ അറിയാവുന്ന ചില പ്രോജക്റ്റുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ ഫ്ലാഗ്ഷിപ്പായിട്ടുള്ള പല പദ്ധതിയിലും സ്വകാര്യ മേഖലയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അവിടെ ഉണ്ടായിരിക്കുന്ന ചില പ്രതിസന്ധികൾ കാരണം അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരികയും അപ്പം തന്നെയാണ് കോവിഡും വന്നത്, ലോക്ക്ഡൗണും വന്നത്. ആ ലോക്ക്ഡൗൺ വന്നപ്പം ജീവിതം വഴിമുട്ടി, വരുമാനമില്ല, എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. എല്ലാവർക്കും കോവിഡിൽ ബുദ്ധിമുട്ടുണ്ടായി. എൻ്റെ മുമ്പിലും ഉത്തരമായിട്ട് കുറേ കശുവണ്ടി മാത്രമാണുള്ളത്. ഈ കശുവണ്ടി വിൽക്കാനുള്ള ഒരു സാധ്യതയുമില്ല. അപ്പോഴാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു വാല്യൂ അഡീഷൻ എങ്ങനെ ചെയ്തിട്ട് ഇതിനെ അതിജീവനത്തിന് പറ്റുമോ എന്ന് നോക്കി. അങ്ങനെ കശുവണ്ടി മുളപ്പിച്ച് അയൽവക്കക്കാർക്കൊക്കെ വിറ്റ് അപ്പോൾ ഒരു പൈസ കിട്ടാൻ തുടങ്ങി. അതിന് വളരെ കുറച്ച്, എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു മനോഹരൻ എന്ന് പറയുന്നൊരു മാഷിനാണ് ആദ്യമായിട്ട് ഇത് കൊടുത്തിട്ട് 2 രൂപ വാങ്ങിച്ചത്. 100 രൂപക്ക് മുളപ്പിച്ച് കൊടുത്തു. അത് പിന്നെ കുറേശ്ശെ കൂടി വന്നു, വളരെ സ്വീകാര്യതയുണ്ടായി, വളരെ ടേസ്റ്റ് ഉള്ളതിനെ കൊണ്ട് തന്നെ ഉണ്ടായി. അങ്ങനെ കോവിഡിൻ്റെ സമയത്ത് അങ്ങ് അതിൻ്റെ ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോഴും ഞാനിവിടെ കശുവണ്ടി മുളപ്പിച്ച് അടുത്ത വീടുകളിൽ വിറ്റ് അങ്ങനെ ജീവിതം പ്രതിസന്ധി ഇല്ലാതെ കടന്നുപോയി. അത്തരത്തിൽ പിന്നീടാണ് അതിന് ഗ്രാൻഡ് കിട്ടുകയും സ്കെയിലപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്തത്. അപ്പം ഒരു പ്രതിസന്ധിയിൽ നിന്നാണ് ഈ ഒരു പുതിയ പരിപാടിയിലേക്ക് വന്നത്. പിന്നെ നമ്മളിലൊരു എൻ്റർപ്രണർഷിപ്പ് പണ്ടേ ഉണ്ട്. പിന്നെ കാർഷിക മേഖലയിൽ ഉള്ളതിനെ കൊണ്ട് കാർഷിക മേഖലയോട് ഒരു പാഷനും ഉണ്ട്. അപ്പം അതെല്ലാം കൂടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂട്ടിയോജിക്കപ്പെട്ടു എന്ന് മാത്രമേ പറയാനുള്ളൂ. ഏറ്റവും മികച്ച സംരംഭകനുള്ള അവാർഡൊക്കെ എത്തുന്നത് അങ്ങനെയാണ്. അതെ, 2022-23 ഏറ്റവും മികച്ച സംരംഭകനുള്ള കാഷ്യൂ സംരംഭകനുള്ള പുരസ്കാരം. അപ്പോൾ അതിനുശേഷമാണ് സത്യത്തിൽ കേരളത്തിൽ ഉൾപ്പെടെ കൂടുതൽ ഒരു ചെയ്യുന്ന പ്രവൃത്തിക്കൊരു കൂടുതൽ അംഗീകാരം ലഭിച്ചു തുടങ്ങിയത് അല്ലേ? അതെ. അല്ല, യഥാർത്ഥത്തിൽ ആ പുരസ്കാരത്തിനേക്കാൾ കൂടുതൽ ഗ്രാൻഡായിരുന്നു. ഇന്നൊവേഷൻ കിട്ടിയതോടുകൂടി തന്നെ ഇത്തരം ഈ കേന്ദ്ര ഗവൺമെൻറ്റിന് ഇന്നത്തെ ഞാൻ പറയാൻ വിട്ടുപോയൊരു പോയിൻ്റ്, ഈ കേന്ദ്ര ഗവൺമെൻറ് ഇത്തരത്തിൽ ഒരു നല്ല എൻ്റർപ്രണറിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ഈ ഗ്രാൻഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരൊരുപാട്, ഇപ്പോൾ ആസാദിക്ക അമൃത് മഹോത്സവം എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയിൽ രാജ്യത്തെ 75 വർഷത്തിലെ 75 സംരംഭങ്ങളെ കുറിച്ചിട്ടൊരു സുവനീർ ഇറക്കിയിട്ടുണ്ട്. അതിൽ കേരളത്തിൽ നിന്നുള്ള ഏക സംരംഭകൻ ഞാനാണ്. അതിലെനിക്ക് അഭിമാനമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക തരത്തിലുള്ള സമീപനമാണ്. ആ സുവനീറിൽ വരുമ്പോൾ എന്നെ രാജ്യത്തിലെ ഏറ്റവും വലിയ കമ്പനിയായിട്ടുള്ള ടാറ്റയുടെ ഫുഡ് ഉള്ള ആൾക്കാർ ബന്ധപ്പെട്ടു. എന്താണ് പ്രൊഡക്റ്റ്, അവർക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെന്ന്. അപ്പം ഈ കേന്ദ്ര ഗവൺമെൻറ് ഇത്തരത്തിൽ നമ്മളെ ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പ്രതിഷ്ഠിക്കും. അതുകൊണ്ട് നമുക്ക് ഒരുപാട് സാധ്യതകളാണ്.
നമ്മൾ ഷോക്കേസ് ചെയ്യുക, നമുക്ക് അവസരങ്ങൾ ഉണ്ടാക്കി തരാം, ഇൻവെസ്റ്റ്മെൻറ്റ്. എനിക്ക് AIF ലോണിൽ നിന്ന് ലോൺ കിട്ടിയത് കൊണ്ടാണ്. അതല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ടപ്പ് ഇന്ത്യേൻ്റെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മളെ എന്ന് പറയുന്ന എൻ്റർപ്രണറിനെ വിൽക്കാനായിട്ട് വെച്ചതുപോലെ ഷോക്കേസ് ചെയ്യുകയും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ അങ്ങനെ ഒരു വ്യക്തമായി നമ്മളെവിടെയും നമ്മളെ തളർന്നു പോകാൻ വിടത്തില്ല. എവിടെയാണോ നമ്മൾ ഡൗൺ ആവുന്നത് അവിടെ പാച്ചപ്പ് ചെയ്യാൻ നമുക്ക് ടെക്നിക്കൽ നോഹോ ഇല്ലെങ്കിൽ ടെക്നിക്കൽ തരാൻ വേണ്ടിയിട്ട് ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്, ഫിനാൻസ് ഇല്ലെങ്കിൽ ബാങ്ക് ഉണ്ട്. ബാങ്കിന് നമുക്ക് പറ്റത്തില്ലെങ്കിൽ നമുക്ക് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനെ, MSMEക്ക് പല 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 പരിപാടികളാണ്. അവർ നമ്മളിൽ എൻ്റർപ്രണർഷിപ്പ് ഉണ്ട് എന്ന് അവർ ജെന്യൂനായിട്ടുള്ള എൻ്റർപ്രണർഷിപ്പ് അവർ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ വിടില്ല, അവർ നമ്മളെ പിടിച്ച് സംരംഭകരാക്കുക തന്നെ ചെയ്യും. അപ്പം ഒരു സാധാരണ ഒരാൾ ഇത്തരം ഒരു ആശയവുമായി അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരു ആശയവുമായി എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു ഫണ്ടിന് വേണ്ടി സമീപിക്കേണ്ടത്? എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ? അഗ്രികൾച്ചർ മേഖലയിൽ ആണ് എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റുക. അഗ്രികൾച്ചർ മേഖലയിലാണെങ്കിൽ ഇത്തരത്തിലുള്ള ആശയവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളെയാണ്. എല്ലാ സംസ്ഥാനത്തെയും അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയാണ് കേന്ദ്ര ഗവൺമെൻറ് നോഡൽ ഏജൻസി. അവിടെ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ ABI ഈ രാജ്യത്തെ എല്ലാ സ്ഥലത്തും ഉണ്ട്. കേരളത്തിലെ ABI ഉള്ളത് മണ്ണൂത്തിയിലാണ്. കാർഷിക സർവകലാശാലയോട് ചേർന്നിട്ടാണ് സാധാരണ ഉണ്ടാകുക. പിന്നെ നമ്മൾക്ക് ഈ ABIകളിൽ ഇന്ത്യയിലുള്ള ഏത് ABIയിലും നമുക്ക് പോയിട്ട് അപ്ലൈ ചെയ്യാം. എനിക്ക് കേരളത്തിൽ തന്നെ ചെയ്യണമെന്നില്ല, നമുക്ക് തമിഴ്നാട്ടിലുള്ളവർക്ക് കേരളത്തിലോ ഒക്കെ ചെയ്യാം. പിന്നെ ഏപ്രിൽ മെയ് മാസത്തിലായിരിക്കും ഓപ്പൺ ആകുക. അപ്പം നമുക്ക് പുതിയതായിട്ട് കാർഷിക മേഖലയിൽ ഒരാശയമുണ്ട്. ഈ കാർഷിക മേഖലയിലെ ആശയങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഭക്ഷ്യം എന്ന് മാത്രം വിചാരിക്കരുത്. ഇപ്പം സെൻസറുകൾ ഉപയോഗിച്ചുകൊണ്ട് മൃഗപരിപാലനം, സെൻസറുകൾ ഉപയോഗിച്ചുകൊണ്ട് കൃഷി, ഡ്രോൺ ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അത് ശരിക്കും IT ആണ്. അതുപോലെ മൊബൈൽ ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് കൃഷി പരിപാലനം, അങ്ങനെയുള്ള പല പല. അപ്പം അഗ്രികൾച്ചർ മേഖല എന്ന് പറഞ്ഞാൽ മണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ന് മാത്രമല്ല, അതിൻ്റെ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റുമായിട്ട് ബന്ധപ്പെട്ട സകല മേഖലയിലും കേന്ദ്ര ഗവൺമെൻറ് നിങ്ങൾക്കിനി പ്രൊഡക്റ്റ് ഇല്ലയെന്ന് കൂട്ടുക, നിങ്ങൾക്കൊരു ആശയമേ ഉള്ളെങ്കിൽ സർക്കാർ 5 ലക്ഷം രൂപ വരും. നിങ്ങൾക്ക് ആശയം പറഞ്ഞാൽ മതി, വേറെ പേപ്പറൊന്നും വേണ്ട. നിങ്ങളുടെ ആശയം പുതിയതാണെങ്കിൽ RKVY റാഫ്താർ രാഷ്ട്രീയ കൃഷി വികാസ യോജനയുടെ റാഫ്താർ പദ്ധതിയിൽ 5 ലക്ഷം രൂപ സീഡ് ഫണ്ട് വരും. ആ ആശയം വിപുലീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 25 ലക്ഷം രൂപ വേറെയും തരും. അത് റെഡി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ 2 കോടി രൂപ വരെ കൊളാട്രൽ സെക്യൂരിറ്റീസ് ഇല്ലാതെ ലോൺ തരും. കൊളാട്രൽ സെക്യൂരിറ്റീസ് ഇല്ലാതെ ശരിക്കും എഫക്റ്റീവ്ലി 1% ഇൻട്രസ്റ്റ് വരിക. പക്ഷേ കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ അത് നമുക്ക് കിട്ടില്ല. അതും കേരളത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 4% നഷ്ടത്തിലാണ് ബാക്കിയുള്ള ഇന്ത്യയിലെ ഏത് സംരംഭങ്ങളെക്കാൾ ഞാൻ ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് കേരളത്തിലൊരു പ്രത്യേക സംവിധാനം ഉള്ളതിനെ കൊണ്ടാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. എത്ര ആണ് ഇതുവരെ ഫണ്ട് റിലീസ് ചെയ്തിട്ടുള്ളത് കേന്ദ്ര സർക്കാർ? ഇതുപോലെ തന്നെ 4% നഷ്ടമെന്ന് പറഞ്ഞു. അതെന്താണ് ബാക്കി സംസ്ഥാനങ്ങളും ഇവിടവുമായിട്ട്? അതായത് ഈ നമ്മുടെ കോവിഡ് പാക്കേജിൻ്റെ ഭാഗമായിട്ടാണ് ഈ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് ഓർമ്മയുണ്ടാവും 1 ലക്ഷം കോടി രൂപ ആയിരുന്നു ഇതിൽ. ഈ ഗവൺമെൻറ് ഫണ്ടുകൾ ഓരോ സ്കീമുകളിലാണ് നടപ്പിലാക്കുക. നമ്മുടെ ഈ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൻ്റെ നോഡൽ ഏജൻസി ആയിട്ട് എല്ലാ ബാങ്കുകളും ഉണ്ടെങ്കിൽ കൂടിയും കേന്ദ്ര സർക്കാർ റെക്കമെൻഡ് ചെയ്യുന്നത് സഹകരണ മേഖലയാണ്. സഹകരണ മേഖലയിലെ കൂടി ഈ പദ്ധതി ഞാൻ നടപ്പിലാക്കാൻ വേണ്ടി ഞാൻ ആദ്യം തീർച്ചയായിട്ടും നമുക്ക് പോകാനാവുന്നത് കേരള ബാങ്കിലാണ്. കേരള ബാങ്കിൽ ഞാൻ ലോണിന് പോയത് ഞാൻ ഇതിനെക്കുറിച്ച് മുമ്പ് എഴുതിയിട്ടുണ്ട്. പിന്നെ വളരെ തിക്തമായ അനുഭവമാണ്. അത് അവിടുത്തെ ഉദ്യോഗസ്ഥൻ്റെ കുഴപ്പമൊന്നുമല്ല. അതായത് NCDCയുടെയും നബാർഡിൻ്റെയും ഇത്തരം ഗ്രാൻറ്റുകൾ, സബ്സിഡി ഇൻ്റർവെൻഷൻസൊക്കെ നൽകാനുള്ള ഏജൻസി യഥാർത്ഥത്തിൽ ജില്ലാ ബാങ്കുകളാണ്. നമ്മുടെ നാട്ടിൽ 3 ടയർ സഹകരണ മേഖല ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ റീസെൻ്റ്ലി അത് 2 ടയറിലേക്ക് പോയി. 2 ടയറിലേക്ക് പോയപ്പോൾ നമുക്ക് ജില്ലാ ബാങ്കുകൾ ഇല്ലാതായി. പക്ഷേ കേന്ദ്ര പദ്ധതിയിൽ ഈ ജില്ലാ ബാങ്കുകൾ, ബ്ലോക്ക് ഓഫീസുകൾ എന്നൊക്കെ പറയുന്നത് ചില തലങ്ങളാണ്. ആ തലങ്ങൾ ഇല്ലാതായപ്പോൾ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിൽ നടന്നിരുന്നില്ല. അതായത് എൻ്റെ ലോൺ എനിക്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് തന്നിരിക്കുന്നത്. 8.7% എൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്. എനിക്ക് 3% ഇൻ്റർവെൻഷനായിട്ട് യൂണിയൻ ബാങ്കിന് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കും. അപ്പോൾ എൻ്റെ ഇൻട്രസ്റ്റ് 6.7 ആണ്. 4% സഹകരണ ബാങ്കാണെങ്കിൽ കൊടുക്കും. എനിക്ക് സഹകരണ ബാങ്ക് ഇല്ല.
ഞാൻ സഹകരണ ബാങ്കിൽ ലോണിന് എലിജിബിൾ അല്ല. കാരണം കേരള ബാങ്കിൻ്റെ എലിജിബിലിറ്റി പട്ടികയിൽ എന്നെപ്പോലെയുള്ള ഇൻഡിവിജ്വൽ എൻ്റർപ്രണർ വരത്തില്ല. മാത്രമല്ല, എൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, താങ്കൾക്ക് CGTMS എന്ന് കേട്ടിട്ടുണ്ടാകും. അതായത് കൊളാട്രൽ ഇല്ലാത്ത ഏത് ലോണും കേന്ദ്ര ഗവൺമെൻറ്റാണ് ജാമ്യം നിൽക്കുന്നത്. ഈ ജാമ്യം നിൽക്കാനുള്ള എലിജിബിലിറ്റിയിൽ കേരള ബാങ്ക് വന്നിട്ടില്ല. എന്നാൽ കേരളത്തിലെ 14 ജില്ലാ ബാങ്കുകൾ ഉണ്ട് താനും. അപ്പം കൊളാട്രൽ ഇല്ലാത്ത ലോണുകൾക്ക് ജില്ലാ ബാങ്കുകൾ വഴി കൊടുക്കുന്ന അല്ലെങ്കിൽ സഹകരണ മേഖല വഴി കൊടുക്കുന്ന സബ്സിഡി ആയിട്ടുള്ള 4% എനിക്ക് യൂണിയൻ ബാങ്ക് വഴി കിട്ടത്തില്ല. അപ്പോഴെനിക്ക് 4% നഷ്ടം പറ്റിയോ? 1,45,00,000 രൂപയാണ് എൻ്റെ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിലെ ലോണ്. അതിൻ്റെ 4% ഇൻട്രസ്റ്റാണ് ഇവിടെ ജില്ലാ ബാങ്കുകൾ ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ സംസ്ഥാന സഹകരണ ബാങ്കിന് CGTMS കവർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാത്തതിനെ കൊണ്ടോ എനിക്ക് നഷ്ടപ്പെട്ടത്. അത്തരത്തിൽ AIFൻ്റെ ഒരു 100% ഗുണഭോക്താവല്ല ഞാൻ. പുതിയതായി വരുന്ന സംരംഭകർക്ക് ഇതൊരു ശരിക്കും ഒരു അമിത ഭാരമാണ് സത്യത്തിൽ അവർ വഹിക്കേണ്ട ഒരു. അതെ, ഞാൻ അറിയാവുന്ന എല്ലാ മേഖലകളിലും ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുൻ ധനകാര്യമന്ത്രിൻ്റെ കൂടെ തോമസ് ഐസക്കൊക്കെ പങ്കെടുത്ത പരിപാടി ഉണ്ടായിരുന്നു, അവരുടെ ഒരു പഠന കോൺഗ്രസ് ഉണ്ടായിരുന്നു. അവിടെ എനിക്ക് സംസാരിക്കാൻ അവസരം തന്നിരുന്നു. ഞാനവിടെ വളരെ വ്യക്തമായിട്ട് ഈ ഒരു വിഷയം, അദ്ദേഹം അതിനൊരു പ്രയോക്താവായിരുന്നല്ലോ കേരള ബാങ്കിൻ്റെ, അദ്ദേഹത്തിനെ ഇരുത്തിക്കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതും അത് അക്നോളജ് ചെയ്താണ്, അത് പരിഹരിക്കേണ്ട വിഷയമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇൻഡസ്ട്രി മേഖലയിലേക്കുള്ള നോട്ടത്തിൽ ഇപ്പോഴാണ് ഒരു പെർഫെക്ഷൻ ആയി വരുന്നുള്ളൂ കേരളത്തിൽ. നമ്മൾ സഹകരണ മേഖലയിൽ നോക്കുമ്പം നമ്മൾ പെട്ടെന്ന് അവിടുത്തെ രാഷ്ട്രീയാധികാരങ്ങളും വേണ്ടപ്പെട്ടവർക്ക് ലോൺ കൊടുക്കുക എന്നുള്ള ഒരു പ്രോസ്പെക്റ്റീവ്സിൽ മാത്രം കണ്ടതുകൊണ്ടാണോ എന്ന് എനിക്കൊരു സംശയം. ഇത്തരത്തിൽ കേന്ദ്രത്തിൻ്റെ ഒരു ഗ്രാൻഡ് നഷ്ടപ്പെടാൻ ഇത്തരത്തിൽ ഇടയാക്കുമെന്ന് ഒരു പക്ഷേ അന്നത് ചെയ്യുന്നവർ വിട്ടുപോയിട്ടുണ്ടാവും. കാരണം അത് അവരുടെ പ്രയോറിറ്റിയിൽ ലീസ്റ്റായിരുന്നു. അതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം. ഏതായാലും വസ്തുതാപരമായിട്ട് എനിക്ക് 4% കേരളത്തിലെ ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് കുറവ് പറ്റി. ഈ ഗ്രാൻഡ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ, എത്ര ഘട്ടമായിട്ടാണ് ഈ തുക പൂർണ്ണമായിട്ട് ഒരു സംരംഭകൻ എന്നുള്ള നിലയിൽ താങ്കളിലേക്ക് എത്തിപ്പെടുക? ആദ്യഘട്ടത്തിൽ എത്രയാണ് കിട്ടുക? എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റേജ് എങ്ങനെയാണ്? 25 ലക്ഷം രൂപയാണ് ഗ്രാൻഡ്. 10 ലക്ഷം രൂപ എനിക്ക് ഓൾറെഡി കിട്ടി. ബാക്കിയുള്ള 10 ലക്ഷം രൂപ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് അയക്കുന്നതിൻ്റെ മുറക്കാണ് കിട്ടുന്നത്. രണ്ടാമത്തേത് എൻ്റെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് അയച്ചു. എനിക്ക് തോന്നുന്നത് മാർച്ച് 31 മുമ്പേ ഡിസ്പോസ് ചെയ്യും. പിന്നീടുള്ള 5 ലക്ഷം രൂപ പരസ്യം പോലെയുള്ള കാര്യങ്ങളാണ്. ഓരോരുത്തർക്കും ഈ പദ്ധതിക്ക് നമ്മൾ ഏതൊക്കെ ഫണ്ടുകൾ എന്തിനൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത് അത് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം മാർക്കറ്റിലേക്ക് പ്രൊഡക്റ്റ് വന്നതിന് ശേഷം മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിന് ഉപയോഗിക്കാനായിട്ടാണ് 5 ലക്ഷം രൂപ ചെയ്യുന്നത്. അതാണ് ഞാൻ പറയുന്നത്, സമഗ്രമാണ്. പരസ്യം ചെയ്യാതെ വിൽക്കേണ്ടതെന്നല്ല, കേന്ദ്രം പരസ്യം ചെയ്യുക, അതിനും കൂടെ കാശ് തരാമെന്നുള്ള നിലക്കാണ്. അപ്പം ഒരു കോംപ്രഹെൻസീവായിട്ടുണ്ട് ഗ്രാൻറ്റിൻ്റെ പാക്കേജ് പോലും. ചെറുകിട നാമമാത്ര കർഷകന് ഇത് മതി. 25 ലക്ഷം അത്ര മോശം എമൗണ്ട് ഒന്നുമല്ല, വളരെ കൂടിയ എമൗണ്ട് തന്നെയാണ്. അപ്പം അതുകൊണ്ട് പക്ഷേ ഞാൻ പറയാം, ഇപ്പം ഞാൻ ഇൻഹൗസിൽ കുങ്കുമപ്പൂ ഉണ്ടാക്കണം എന്നുള്ള ഒരു പരിപാടി ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ജമ്മു കാശ്മീർ യൂണിവേഴ്സിറ്റിയിൽ ഓൾറെഡി 2-3 ഡിസ്കഷൻസ് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫണ്ട് ഒരുപാട് ചിലവ്, അതാണെങ്കിൽ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മൾ ചില കുങ്കുമപ്പൂവിൻ്റെ ഡ്രിങ്കുകൾ ഉണ്ടാക്കാൻ വേണ്ടി കുങ്കുമപ്പൂ ടെക്നിക്കലി ആയിട്ട് കൺട്രോൾഡ് ക്ലൈമറ്റിൽ നമുക്ക് ഇവിടെ ഉണ്ടാക്കാനും അത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പം അതിനു വേണ്ടി ഫണ്ട് ചിലവാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പൈസ കൂടുതൽ വേണ്ടതാണ്. പക്ഷേ ഒരു ചക്ക 25 ലക്ഷം രൂപയുടെ ഒരു നല്ല ചക്ക സംരംഭകനാകാം. കേരളത്തിലൊരു സംരംഭമോ, അതും കശുവണ്ടിയിലൊരു സംരംഭമോ എന്നൊക്കെ വീട്ടുകാർക്ക് പോലും ദഹിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഈ അണ്ടി വിറ്റിട്ട് കിട്ടുന്ന പൈസേനെ കൊണ്ട് ജീവിച്ച പോരെ എന്നുള്ളതാണ്. പക്ഷേ അവർ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി വന്നപ്പോൾ വളരെ വളരെ സ്ട്രോങ് ആയിട്ടും ഇപ്പോൾ ഇവിടുത്തെ പ്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം നോക്കുന്നത് ഭാര്യ തന്നെയാണ്. മക്കൾ പോലും അവരൊരു എൻ്റർപ്രണറായിട്ട് ആരാവണമെന്ന് വെച്ചാൽ അവർ ഡോക്ടറാവണമെന്ന് എഞ്ചിനീയർ ആവണമെന്ന് എൻ്റെ മക്കൾ പറയില്ല, അവരൊരു അഗ്രി എൻ്റർപ്രണർ ആവണമെന്ന് പറയും. കാരണം അവർക്ക് ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് അവർക്കെങ്കിലും ഇൻസ്പിറേഷൻ ഉണ്ടായിട്ടുണ്ട്, വേറെ ആർക്കും ഉണ്ടായിട്ടില്ലെങ്കിലും. നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൻ്റെ ഒരു പൊതുവായ ചിത്രം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 30% കൃഷിഭൂമിയും ബാക്കി കുറച്ച് വനഭൂമിയും ഒക്കെയാണ്.
അത് കേരളത്തിലെ വലിയ സംരംഭങ്ങളുടെ ഒരു കടന്നുവരവിന് തടസ്സം ഇതായിരുന്നു എന്നുള്ളതാണ് പല ഘട്ടങ്ങളിലായി വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ കേരളത്തിലെ ഒരു കാർഷിക സംരംഭകൻ, ഒരു പുതിയ സംരംഭകൻ എന്നുള്ള നിലയിൽ ഇത്തരം ഈ 30% കാർഷിക ഭൂമിയിൽ നമ്മൾ എന്തു ചെയ്തു, എങ്ങനെ നമുക്ക് വിനിയോഗിക്കാമായിരുന്നു, ഇതിലും ഭംഗിയായി ഇതിലും കാര്യക്ഷമമായി വിനിയോഗിക്കാമായിരുന്നു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? നല്ല സംരംഭങ്ങൾ ഉണ്ടായിരുന്നേനെ എന്ന് തോന്നുന്നുണ്ടോ? ഈ ഭൂതകാലത്തിനെ കുറിച്ചിട്ട് ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ ലാസ്റ്റ് ബസ്സിൽ കയറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കേരളമെന്ന് പറഞ്ഞാൽ തന്നെ ഇസ്രായേൽ വിരുദ്ധ രാജ്യം ആണ്, ഇന്ത്യയിലെ ഒരു ഇസ്രായേൽ വിരുദ്ധ ഏരിയ എന്ന്. പക്ഷേ നമ്മുടെ ഗവൺമെൻറ് 2 ബാച്ചായിട്ട് ഇസ്രായേലിലേക്ക് ആളെ വിട്ടു. അവിടുത്തെ ഭൂമിയുടെ മഹേഷ് ജി പറഞ്ഞിരിക്കുന്ന സ്റ്റാറ്റിറ്റിക്സ് വെച്ച് നോക്കുമ്പം ഇസ്രായേലിൻ്റെ കാര്യത്തിലൊക്കെ അത് വട്ടപൂജ്യമാണ്. അവിടെ കൃഷിഭൂമിയേ ഇല്ല. പക്ഷേ ഏറ്റവും അധികം അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ റേറ്റ് ഉള്ള സ്ഥലമാണ്. നമ്മൾ നിരന്തരമായിട്ട് ഇസ്രായേലിലേക്ക് കർഷകരെ വിടുന്നുണ്ട്, എൻ്റർപ്രണേഴ്സിനെ വിടുന്നുണ്ട്. ഞാൻ അപ്ലൈ ചെയ്യാത്തതിനെ കാണും. ഒരുപക്ഷെ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് കിട്ടുമായിരുന്നു എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. കൃഷി ഓഫീസർക്ക് ഒരുപാട് നിർബന്ധിച്ചാൽ, പക്ഷേ എനിക്ക് ചില അസൗകര്യങ്ങളാണ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള അഗ്രികൾച്ചറിലും അഗ്രി ബിസിനസ്സിലും അഗ്രി വാല്യൂ അഡീഷനിലും ഇത്തരത്തിലുള്ള സംരംഭങ്ങൾക്ക് ഭൂമിയോ കാലമോ ഒന്നുമല്ല പ്രശ്നം. തടസ്സം ഗവൺമെൻറ് പോളിസികളും സർക്കാരുകളുടെ ഇടപെടലും ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡും തന്നെയാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ അഗ്രി വാല്യൂ അഡീഷൻ നടക്കുന്ന കമ്പനിക്ക് ഇന്ത്യ രാജ്യത്താണ്, കേരളത്തിലാണ് ഉള്ളത്. എറണാകുളത്തിന് അടുത്തുള്ള സീന്തേറ്റ് എന്നൊക്കെ പറയുന്ന ചില കമ്പനികൾ ടേൺ ഓവർ എന്ന് അവരുടെ മാർക്കറ്റ് ഷെയർ എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ മൊത്തം മാർക്കറ്റ് ഷെയറിൻ്റെ 70% ഹോൾഡ് ചെയ്യുന്നത് കേരളത്തിലെ കമ്പനികളാണ്. അഗ്രി വാല്യൂ അഡീഷനാണ്. അപ്പം എൻ്റെ യൂണിറ്റ് തന്നെ കണ്ടല്ലോ, നമ്മൾ ഒരു കൺട്രോൾഡ് ക്ലൈമറ്റിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞാൻ കുങ്കുമപ്പൂ അടുത്ത പ്രാവശ്യം നിങ്ങളുടെ വരുമ്പം കൃഷി ചെയ്തിട്ട് നിങ്ങൾക്ക് പൂക്കളിടുന്ന് കാണാൻ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പം ടെക്നോളജി ഉണ്ട്. നിങ്ങൾ ഈ ടെക്നോളജിയെ ഉപയുക്തമാക്കുക. നിങ്ങൾ ഇസ്രായേലിലെ ടെക്നോളജി വന്നു കഴിഞ്ഞാൽ ഇവിടെ മതേതരത്വം തകർന്നു പോകുമെന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ മാറ്റിവെക്കുക. അത്തരത്തിൽ ടെക്നോളജികളെയും സാധ്യതകളെയും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കേരളത്തിന് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കേരളം യഥാർത്ഥത്തിൽ അഗ്രി ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയൊരു കേന്ദ്രമാകാനാണ് ഉള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ ഈ കെമിക്കൽ വ്യവസായങ്ങൾക്കൊക്കെ ഈ പറയുന്ന പോലെ പല പരിമിതിയുണ്ട്. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിസിനസ്, അഗ്രികൾച്ചർ ബിസിനസ്, അഗ്രികൾച്ചർ എഞ്ചിനീയറിങ്, അഗ്രികൾച്ചർ ബിസിനസ് ഇൻഡസ്ട്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് ഏറ്റവും ഉപയുക്തമാണ്. അതിനോട് പുറംതിരിഞ്ഞ് നിന്നതുകൊണ്ടാണ് വളരെ കുറച്ച് കമ്പനികളായിട്ട് മാറിയത്. പക്ഷേ പുതിയ ടെക്നോളജികൾ ലോകത്തിൻ്റെ പുതിയ മേഖലകളിൽ പോയിട്ട്, പ്രത്യേകിച്ച് ഇതിൽ അഗ്രഗണ്യന്മാർ ഇസ്രായേൽ തന്നെയാണ്. ഇസ്രായേലിൽ നിന്ന് ഏറ്റവും അധികം ടെക്നോളജിക്ക് വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്ന ഏറ്റവും അധികം സ്റ്റാർട്ടപ്പുകൾ ഭാഗ്യവശാൽ ഇപ്പം കേരളത്തിലാണ്. കേരളത്തിലാണ് നിരന്തരം അവിടെ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു ആറ്റിറ്റ്യൂഡ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലാസ്റ്റ് ബസ്സിൽ നമ്മൾ കയറിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. കേരളത്തിലെ അഗ്രി ബിസിനസ് ഇൻഡസ്ട്രി വളരെ ലേറ്റായിട്ടാണെങ്കിലും ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പം പറയുമ്പോൾ നമ്മളിപ്പം തേങ്ങ അല്ലെങ്കിൽ മഞ്ഞൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ എൻ്റെയൊക്കെ മുത്തച്ഛൻ്റെ കാലത്ത് ഉള്ള കാര്യമേ എനിക്ക് ഓർമ്മ. അപ്പോൾ നമ്മൾ ചമ്മന്തി ഇറക്കുന്നു, കഞ്ഞിക്ക് ചമ്മന്തി ഇറക്കാനുള്ള തേങ്ങയായി. പിന്നീട് അത് തേങ്ങ നമ്മളൊരു വെക്കുന്നു, അതിനുശേഷം തേങ്ങയെ കൊപ്പരയാക്കുന്നു, അതിനുശേഷം നമ്മൾ തേങ്ങയെ കുറച്ചും കൂടെ സൾഫറൊന്നുമില്ലാത്ത FAQ കൊപ്പരയാക്കുന്നു, പിന്നെ വെളിച്ചെണ്ണയാക്കുന്നു. ഇപ്പം ഒരു കർഷകൻ വെളിച്ചെണ്ണയാക്കിയിട്ട് വെക്കും, അയാളുടെ വാല്യൂ അഡീഷൻ. പണ്ട് തേങ്ങ വിറ്റ കർഷകൻ വെളിച്ചെണ്ണയാക്കിയിട്ട് വെക്കും. കുറച്ചും കൂടെ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനികളൊക്കെ കൂടെ വന്ന് അവർ വെന്ത വെളിച്ചെണ്ണ അല്ലെങ്കിൽ മറ്റേ എന്താണ് പറയുക വെർജിൻ കോക്കനട്ട് ഓയിലൊക്കെ ഉണ്ടാക്കുന്ന യൂണിറ്റുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായി. നമ്മൾ അവിടെ എത്തിയിട്ടുള്ളൂ. ഇതൊക്കെ ഒരു 3ാം ജനറേഷൻ വാല്യൂ അഡീഷനാണ്. പക്ഷേ തായ്ലൻഡിൽ പോയി കഴിഞ്ഞാൽ തേങ്ങയിൽ നിന്നും അവരുണ്ടാക്കുന്നത് സാച്ചുറേറ്റഡ് ലോറിക് ആസിഡാണ്. സാച്ചുറേറ്റഡ് ലോറിക് ആസിഡ് എന്ന് വെച്ചാൽ നമ്മുടെ അമ്മയുടെ മുലപ്പാലുള്ള സാധനമാണ്. ഇത് ലോകത്തിൽ കിട്ടുന്ന ഏക സോഴ്സ് തേങ്ങയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു തേങ്ങയിൽ നമ്മൾ ഈ കുട്ടികൾക്ക് ഈ നമ്മുടെ മൾട്ടിനാഷണൽ കമ്പനിയുടെ ചില ഫുഡുകളുണ്ട്, കുട്ടികൾക്ക് അമ്മക്ക് മുലപ്പാലില്ലെങ്കിൽ കൊടുക്കുന്ന ചില ഫുഡുകളുണ്ട്. അതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതാണ്, അതിൻ്റെ സോഴ്സ് തേങ്ങയാണ്. അത് ശ്രീലങ്കയിൽ നിന്നും മറ്റുമാണ് തേങ്ങ അവർ സോഴ്സ് ചെയ്യുന്നത്, തായ്ലൻഡിൽ നിന്നും ഒക്കെയാണ്. അപ്പോഴേക്ക് തേങ്ങയുടെ വില 50 രൂപയോ 60 രൂപയാണ്. ഇപ്പം എത്രയോ കാലമായിട്ട് കിടക്കുന്ന ഒരു തേങ്ങ. അപ്പം നമ്മൾ അപ്പോൾ വാല്യൂ അഡീഷൻ, തേങ്ങയുടെ വാല്യൂ അഡീഷൻ നമ്മൾ വെളിച്ചെണ്ണയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഒരു വിഷയം. അതൊക്കെ കഴിഞ്ഞു. മഞ്ഞൾ നട്ടിട്ട് മഞ്ഞൾപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ല, മഞ്ഞൾപ്പൊടി പാക്കറ്റിലാക്കി വെക്കുകയല്ല വാല്യൂ അഡീഷൻ.
അതിൻ്റെ അന്ന് കുർക്കുമിൻ വേർതിരിക്കുക എന്നുള്ള നിലയിലേക്ക് ലോകമെത്തി, മനസ്സിലായില്ലേ? മഞ്ഞൾപ്പൊടി അതിൻ്റെ വേസ്റ്റാണ് അത്തരത്തിൽ പറയുമ്പോൾ. അപ്പം വാല്യൂ അഡീഷൻ്റെ ഇൻഡസ്ട്രീൻ്റെ ഏറ്റവും പുതിയ ഘട്ടത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ എൻ്റർപ്രണേഴ്സിനെ കൊണ്ടുവരണം. അതിന് അങ്ങനെ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിലുള്ള വാല്യൂ അഡീഷനിലേക്ക് പോകാനാവുള്ളൂ. എന്നാലും ഇപ്പം കുറച്ചും കൂടെ കർഷകർ നമ്മുടെ കേരളത്തിലെ കർഷകർ വെൽ എഡ്യൂക്കേറ്റഡും കൂടിയാണ്. അതുകൊണ്ട് അവർക്ക് ഇത്തരത്തിലുള്ള ടെക്നോളജികൾ പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യാനും വളരെ ഹൈജീനിക്കായിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പം ഈ കർഷകർ നോളജ് ഉള്ളവരും എഡ്യൂക്കേഷൻ ഉള്ളവരും താരതമ്യേന ഹൈജീനിക് ഇൻഡെക്സ് കൂടുതലുള്ളതൊക്കെയാണ് നമുക്ക് വിൽക്കാനുള്ള നമ്മുടെ സ്പെസിഫിക്കേഷൻസ്. അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു കാര്യം. ഏതായാലും ഇത്രയും നേരം പ്രവീൺയമായിട്ട് സഹകരിച്ചതിന് നന്ദി. ഒരു സംരംഭകൻ എന്നുള്ള നിലയിൽ താങ്കൾക്ക് കൂടുതൽ വിവരങ്ങളിലെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.